എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ 10th ഹ്യൂമാനിറ്റീസ്. അതായത് ഈ വീഡിയോ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരാറായിട്ടില്ല. അതിനു മുമ്പേ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കാം. അതിൽ ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസിനെ പറ്റിയാണ്. ഹ്യൂമാനിറ്റീസിനെ പറ്റി നമ്മുടെ സമൂഹത്തിന് വളരെയധികം മോശം ചിന്തകളാണ് ഉള്ളത്. അതായത് മാർക്ക് കുറഞ്ഞവരെടുക്കുന്ന വിഷയമാണ്, പഠിച്ചാൽ ജോലികളൊന്നും ലഭിക്കില്ല എന്നൊക്കെയാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ അതല്ല. ഹ്യൂമാനിറ്റീസ് എന്നത് മാനവിക വിഷയം കൊണ്ട്, അതായത് ഹ്യൂമാനിറ്റിയുടെ ഒരു പഠനം തന്നെയാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഏതൊരു കോഴ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഏതൊരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്താലും അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അതായത് എനിക്കിത് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമെന്നൊരു വിശ്വാസത്തോടെ മാത്രം എടുക്കുക. അല്ലാതെ വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ നിർബന്ധത്തിന് വഴങ്ങി സയൻസ് എടുക്കുക, കൊമേഴ്സ് എടുക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏത് വിഷയമാണോ ഇഷ്ടം, ഹ്യൂമാനിറ്റീസ് ഇഷ്ടമാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം, സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് മാനവിക വിഷയങ്ങളുടെ, അല്ലെങ്കിൽ മനുഷ്യന് ഒരു സമൂഹവുമായുള്ള ബന്ധങ്ങൾ, മനുഷ്യന് അവൻ ജീവിക്കുന്ന ചുറ്റുപാടുമായുള്ള ബന്ധങ്ങളെ പറ്റി പഠിക്കുന്നതാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റീസ് പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് 2 ലാംഗ്വേജ് സബ്ജക്റ്റ് എല്ലാ കോഴ്സിലും ഉണ്ടാകും. അതിപ്പോൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും 2 ലാംഗ്വേജ് സബ്ജക്ട്സ് ഉണ്ടാവും. ഫസ്റ്റ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ ഹിന്ദി. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. മെയിനായിട്ടും വരുന്ന സബ്ജക്റ്റ്, ഹ്യൂമാനിറ്റീസിൽ മെയിനായിട്ടും വരുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച അതേ ഒരു ഹിസ്റ്ററി തന്നെയാണ്. പക്ഷേ 10ാം ക്ലാസ് പഠിച്ച കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമ്മൾ 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ ഭാഗത്തൊക്കെ പഠിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് ഇങ്ങോട്ടേക്ക്, അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പം എളുപ്പമാണെന്ന് ചോദിച്ചാൽ എളുപ്പമൊക്കെ തന്നെയാണ്. ഹ്യൂമാനിറ്റീസിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഹിസ്റ്ററി. അത്ര ടഫൊന്നും അല്ല. കുറേ നമ്മൾ വർഷങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, ചരിത്ര കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററിയിൽ മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ നല്ലപോലെ തുടക്കം തൊട്ടേ വായിച്ച് പഠിക്കുക. എക്സാമിന് തലേന്ന് പഠിച്ചാൽ നമുക്ക് ഹിസ്റ്ററി മനസ്സിലാവില്ല. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനുഷ്യൻ എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അവൻ എങ്ങനെയാണ് ജീവിച്ചത്, അങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ ചരിത്ര കാര്യങ്ങളെ പറ്റി പറയുന്നൊരു വിഷയമാണിത് ചരിത്രം, അതോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സെക്കൻഡ് സബ്ജക്റ്റായിട്ട് വരുന്നത് നമ്മുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ശാസ്ത്രമാണ്. അതായത് മനുഷ്യനും അവൻ്റെ രാഷ്ട്രീയ ഭാവിയെപ്പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്, പ്രധാനമന്ത്രി, പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള നമ്മുടെ സർക്കാരിൻ്റെ അധികാരത്തെപ്പറ്റി പഠിക്കുന്ന വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പഠിക്കുന്നത്. അടുത്ത സബ്ജക്റ്റാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യൻ്റെ സാമ്പത്തിക ജീവിതത്തെ കുറിച്ചുള്ള പഠനമാണ്. അതായത് സാമ്പത്തിക ശാസ്ത്രമാണ് എക്കണോമിക്സ്. ഇവിടെ നമ്മൾ ബാങ്കുകളെ പറ്റി പഠിക്കുന്നു, വേറെ കുറച്ച് മനുഷ്യൻ്റെ സാമ്പത്തിക എക്കണോമിക് ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെയാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്. എക്കണോമിക്സിന് 2ആയിട്ട് തിരിക്കുന്നുണ്ട് +1-ൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുമാണ്. അപ്പം ഹ്യൂമാനിറ്റീസ് എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട വിഷയമാണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കാരണം എക്കണോമിക്സിലും ഇംഗ്ലീഷിലുമാണ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾ ഏറ്റവും കൂടുതൽ തോൽക്കാറും മാർക്ക് കുറയാറും ഉള്ളത്. എക്കണോമിക്സ് അത്ര കാണുന്ന പോലെ എളുപ്പമല്ല. പിന്നെയും ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും നമുക്ക് എങ്ങനെയാണെങ്കിലും പരീക്ഷ തലേന്ന് കുറച്ചെങ്കിലും വായിച്ച് മനസ്സിലാക്കിയെടുക്കാം. പക്ഷേ എക്കണോമിക്സ് പരീക്ഷ തലേന്ന് പോലും നമുക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എക്കണോമിക്സിൽ കുറച്ച് കണക്കൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു തരും. ഇനി 4ാമത്തെ സബ്ജക്റ്റായിട്ട് വരുന്നത് നമ്മുടെ സോഷ്യോളജിയാണ്, അഥവാ സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രം ഒരിക്കലും നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സാമൂഹ്യ ശാസ്ത്രമല്ല, രണ്ട് വിഷയമാണ്. അതുമാത്രമല്ല ഇതൊരു സ്പെഷ്യലൈസേഷൻ കോഴ്സാണ്, സ്പെഷ്യലൈസേഷൻ വിഷയമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കുന്ന സ്കൂളുകളിലും ഉണ്ടാകുന്ന വിഷയമാണ് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് മൂന്നും എല്ലാ സ്കൂളിലും ഉണ്ടാവും. അതല്ലാതെ ചില സ്കൂളുകളിൽ എന്താണ് ഉണ്ടാവുക, സോഷ്യോളജി ഉണ്ടാവും, ചില സ്കൂളുകളിൽ ജിയോളജി ഉണ്ടാവും. ചില സ്കൂളിൽ സോഷ്യോളജി, ചില സ്കൂളിൽ ജിയോഗ്രഫി, ചില സ്കൂളിൽ ആന്ത്രോപോളജി, അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. സൈക്കോളജി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, അങ്ങനെയൊക്കെയാണ് ചില സ്കൂളുകളിൽ. അപ്പം അതൊക്കെയാണ് ഹ്യൂമാനിറ്റീസ് വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്: ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമാനിറ്റീസ് വരുന്ന മെയിനായിട്ടുള്ള വിഷയങ്ങൾ. പിന്നെ 2 ലാംഗ്വേജ് സബ്ജക്ട്സ്, ഇംഗ്ലീഷും മലയാളം അല്ലെങ്കിൽ ഹിന്ദി, അതൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ഹ്യൂമാനിറ്റീസിൻ്റെ സ്കോപ്പ്, അല്ലെങ്കിൽ ഇത് കൊണ്ടുള്ള സാധ്യത, എന്തൊക്കെ തൊഴിൽ മേഖലകളിലേക്ക് നമുക്ക് ഇതും കൊണ്ട് പോകാൻ പറ്റുന്നു +2-ന് ശേഷം.
മെയിനായിട്ടും ഇത്രയൊന്നും അല്ല. ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതിയെന്ന് മാത്രം. വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കുറച്ചും കൂടി ചേർക്കാം. എന്തൊക്കെയാണ് നമുക്ക് കോഴ്സ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ, എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ടീച്ചേഴ്സ് ആവാൻ പറ്റും. നമുക്ക് സിവിൽ സർവീസിന് നോക്കാൻ പറ്റും. പിന്നെന്താ അഡ്വക്കേറ്റ് ആവാൻ പറ്റും. സോഷ്യൽ വർക്കർ നല്ലൊരു ജോലിയാണ് സോഷ്യൽ വർക്കർ, അതാവാൻ പറ്റും. സൈക്കോളജിസ്റ്റൊക്കെ നല്ല ഏണിങ്സ് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ജോലികളാണ് എക്സെട്ര. അതായത് ഇനിയും കുറേ ജോലി സാധ്യതകളുള്ളൊരു കോഴ്സാണ് ഹ്യൂമാനിറ്റീസ്. അപ്പം മറ്റുള്ളവർ സമൂഹത്തിലുള്ള എല്ലാവരും പറയുന്നത് ഹ്യൂമാനിറ്റീസ് വെറും പോക്കായ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കോഴ്സും കൂടിയാണ് ഹ്യൂമാനിറ്റീസ്. എന്ന് വെച്ച് പഠിക്കാനില്ല, അങ്ങനെയൊന്നുമല്ല. നന്നായിട്ട് തന്നെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ഉള്ളൊരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ടാകും. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹ്യൂമാനിറ്റീസ് എന്താണെന്നൊന്നും അത്ര വിശദമാക്കി പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെ പറ്റിയുള്ളൊരു പഠനത്തെയാണ് നമ്മൾ ഹ്യൂമാനിറ്റീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്രയേ ഉള്ളൂ. മാനവിക വിഷയങ്ങളുടെ പഠനം. മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ ഉണ്ടാവുക അതൊക്കെയാണ്. പിന്നെ സ്കോപ്പിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത്ര മാത്രം. ഈ വീഡിയോ പോരെന്നറിയാം, എങ്കിലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് കുറച്ചെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടുണ്ട്. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാം, ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.